അറഫയിൽ നിന്നും മടങ്ങി മീനായിൽ മുസ്ദലിഫ കഴിച്ച് മീനായിൽ കല്ലേറുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം താമസിക്കുന്നതിനിടയിൽ ടെൻറ്റിൽ വെച്ചുള്ള നമസ്കാരം ളുഹർ, അസ്ർ, ഇഷ പോലെയുള്ള നമസ്കാരങ്ങൾ കസറാക്കി 2 റക്അത്ത് വീതം നമസ്കരിക്കുന്നതായി കാണുന്നു. ചിലരെല്ലാം പറയുന്നു അതിൻ്റെ ആവശ്യമില്ല, ദീർഘമായ സമയമുണ്ടല്ലോ, 4 റക്അത്ത് നമസ്കരിക്കാം. എന്താണ് കൂടുതൽ അഫ്ദൽ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്. ഇബാദത്തുകളൊക്കെ തന്നെയും തൗഖീഫിയാണ്. ആരാധനകൾ നമ്മളുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല ചെയ്യേണ്ടത്. തൗഖീഫി, മതം എന്ത് പറഞ്ഞുവോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ പോയ ആളുകൾ, അവർ ഭൂരിപക്ഷം ആൾക്കാർ മദീനയിലായിരുന്നു. എന്നാൽ മദീനയിലല്ലാതെ മക്കക്കാരായ സ്വഹാബിമാരും അല്ലെങ്കിൽ മക്കക്കാരായ ആളുകളുമൊക്കെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇത് യാത്ര ചെയ്തപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള സുദീർഘമായ യാത്ര ചെയ്തപ്പോൾ യാത്രക്കാരൻ്റെ ഒരു റുഖ്സ എന്നുള്ള നിലക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ താമസിച്ചപ്പോൾ ളുഹർ, അസ്ർ, ഇഷ പോലുള്ള 4 റക്അത്ത് നമസ്കരിക്കേണ്ട നമസ്കാരം ഓരോന്നും അതാതിൻ്റെ സമയങ്ങളിൽ 2 റക്അത്തായി കസ്റായി നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കാണിച്ചു തന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് കാണിച്ചു തന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് കാണിച്ചു തന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തുടക്കത്തിലും അങ്ങനെയാണ് കാണിച്ചു തന്നത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിനായിൽ 4 റക്അത്ത് പൂർത്തിയായി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഖലീഫയാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പോലുള്ള സ്വഹാബിമാർ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ഇങ്ങനെ 2 റക്അത്തായിരുന്നു എന്നാണ്. അവരൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാക്കിയത്. സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അവിടെ മിനായിൽ നമ്മൾ താമസിക്കുമ്പോൾ പരമാവധി ഖുർആൻ പാരായണവും ജംറയിൽ എറിയേണ്ട സമയത്ത് ജംറയിൽ എറിയലും മറ്റ് ഇബാദത്തുകളും ഉൾപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവിടെ 2 റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടുത്തെ ഒരു ഹാജിയാരുടെ ബാധ്യത.